ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, ഇവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടമാവണ ഓവർലോഡ് ഫ്രൈസും പിന്നെ കുറച്ച് സ്കൂളിലെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് ചാനലിൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇന്നൊരു ശനിയാഴ്ച ദിവസമാണ് കേട്ടോ. ശനിയാഴ്ച അപ്പോൾ കുറേ മുടക്ക് കിട്ടിയ കാരണം സ്കൂളുണ്ട്. താഴെയുള്ള ആൾക്ക് ഓപ്പൺ ഹൗസ് ആണ്. അപ്പോൾ അവൻ ക്ലാസ്സില്ല. ഓപ്പൺ ഹൗസ് കഴിഞ്ഞ് നമുക്ക് കുട്ടീനെ കൊണ്ടുവരാം കേട്ടോ. രണ്ടാമത്തെ ആൾക്ക് റെഗുലർ ക്ലാസ് ആണ്. മൂത്താൾക്ക് ഇന്ന് ക്ലാസ് ഇല്ല കേട്ടോ. അവർക്ക് യൂത്ത് ഫെസ്റ്റിവലിൽ പ്രാക്ടീസൊക്കെ ആയ കാരണം നമുക്ക് റെഗുലർ ക്ലാസ് ഇല്ല കേട്ടോ. അപ്പോൾ അവൻ വീട്ടിലുണ്ട്. അവനാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്കൂളിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ആവട്ടി സെൻറ്റ് ജോസഫ് CMI സ്കൂളിലാണ് കേട്ടോ പഠിക്കണേ. താഴെ രണ്ടാൾ അത് ബോയ്സ് സ്കൂൾ, അതിൻ്റെ തൊട്ടടുത്തുള്ളതാണ് കേട്ടോ സെൻറ്റ് ജോസഫ് CMI സ്കൂൾ കേട്ടോ. അത് ബോയ്സ് കേരള സിലബസിൻ്റെ സ്കൂളാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ഉള്ളതാണ് കേട്ടോ. രണ്ടുപേരും മാനേജ്മെൻറ്റ് തന്നെയാണ്. ഇത് CBSE സ്കൂളാണ് കേട്ടോ. ഇതാണ് ഇവരുടെ സ്കൂൾ കേട്ടോ. കുട്ടികളൊക്കെ സ്കൂളിൽ വന്ന് തുടങ്ങണമല്ലോ കേട്ടോ. ഒരു 9:15 സമയമാണ് കേട്ടോ. 9:15 സ്കൂളിൽ കൂടുക. അപ്പോൾ 9:10 ഞങ്ങളിവിടെ എത്തുമ്പോൾ. സെൻറ്റ് ജോസഫ് CMI സ്കൂൾ കേട്ടോ. ഇവിടെ തന്നെ മൂത്താൾ പഠിച്ചിരുന്നത് 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞപ്പോഴാണ് അവൻ മുല്ലശ്ശേരിയിലേക്ക് മാറിയത് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ സ്കൂളിലേക്ക് പോവുകയാണ്. കുട്ടികളുടെ പാരൻസൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ KG സെക്ഷന് മാത്രമല്ലോ കേട്ടോ ഓപ്പൺ ഹൗസ്. വലിയവർക്ക് വേറെ ദിവസമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ സ്കൂൾ കോമ്പൗണ്ട്. കുട്ടികളൊക്കെ ക്ലാസ്സിൽ കയറിയിരിക്കണം. അതാണ് അധികം കാണാത്തത്. ശനിയാഴ്ച കാരണം കുട്ടികൾ കുറച്ച് പേര് വൈകി വരുന്നുണ്ട് കേട്ടോ. ക്ലാസ്സൊക്കെ തുടങ്ങിയിരിക്കണം കേട്ടോ. അങ്ങനെ ഓപ്പൺ ഹൗസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു കേട്ടോ. ഇനി ഇതൊരു വൈകുന്നേരത്തെ വിശേഷമാണ്. ഇന്ന് വീക്കെൻഡ് ആണല്ലോ, ശനിയാഴ്ച വൈകുന്നേരം. അപ്പോൾ സ്പെഷ്യൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടാ അങ്ങനെയാണ് ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ ആദ്യം നമ്മൾ ഇതുണ്ടാക്കണമല്ലോ, ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് എടുക്കട്ടെ. ഇതുപോലെ വലിയ ഉരുളക്കിഴങ്ങ് എടുക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ പറ്റുക കേട്ടോ. ഇതുപോലെ ഇങ്ങനെ മുറിച്ചിട്ട് നീളത്തിലാക്കിയിട്ട് നമ്മൾ മുറിച്ച് വെക്കാം കേട്ടോ. 3 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ നീളത്തിൽ അരിയാം കേട്ടോ. കുറച്ച് കട്ടിയിൽ ഇങ്ങനെ ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ അരിയാട്ടോ. അപ്പോൾ വലിയതായ കാരണം എത്ര നീളത്തിൽ നമുക്ക് കിട്ടും കേട്ടോ. അതുപോലൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് 2-3 പ്രാവശ്യം നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കണം കേട്ടോ. അതിൽ ആ സ്റ്റാർച്ചൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായി 2-3 പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയെടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് തണുത്ത ഐസ് വെള്ളം ഒഴിച്ച് വെക്കണുണ്ട് കേട്ടോ. കുറച്ചൊന്ന് ഒഴിച്ച് വെച്ചിട്ട് അതിൽ വെള്ളമൊക്കെ ഒന്ന് വാരാൻ വേണ്ടി നമുക്കൊരു വാരക്കട്ടയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്ന് വെള്ളം വാർന്നു പോകാൻ വേണ്ടി ഒന്ന് കുറച്ച് നേരം നമുക്ക് വെക്കാം കേട്ടോ. അപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളൊരു ഉണങ്ങിയ തുണിയിലേക്ക് ഇതൊന്ന് പരത്തി കൊടുത്തിട്ട് ഒന്ന് നന്നായി ഒന്ന് വെള്ളം ഒപ്പിയെടുക്കുക കേട്ടോ. അപ്പോൾ അതിൽ ആ വെള്ളമൊക്കെ ഒന്ന് നന്നായി പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമ്മൾ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിക്കരുത് കേട്ടോ. ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് ഇതുപോലെ ഒന്ന് വറുത്ത് കോരി എടുക്കാം കേട്ടോ. ആദ്യം ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് നമ്മൾ വറുത്ത് കോരി വെച്ചതിന് ശേഷം ഇതൊക്കെ റെഡി ആക്കാൻ നിൽക്കണ നേരത്തെ ഒന്നും കൂടി നമ്മളൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ഇതുപോലെ ഒന്ന് നമ്മളൊന്ന് വറുത്ത് കോരി എടുക്കണം കേട്ടോ. ഇതുപോലെ ഒന്ന് വറുത്ത് കോരി എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് ചിക്കൻ ഫിംഗർലിങ്സ് ആണ് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ റെഡിമെയ്ഡായിട്ട് കിട്ടണതാണ് ഉപയോഗിക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുരുമുളകും പിന്നെ ഉപ്പും കുറച്ച് കോൺഫ്ലവറും കുറച്ച് മൈദ ഒക്കെ കൂടിയിട്ട് കലർത്തിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ പൊരിച്ചെടുത്താൽ മതി കേട്ടോ. അങ്ങനെ ചെയ്താലും മതി കേട്ടോ. അപ്പോഴും നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിപ്പോൾ ഇത് എൻ്റെ കയ്യിലുള്ള കാരണം ഞാൻ ഇത് വറുത്ത് കോരി എടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് അതിലേക്കൊരു ചീസിൻ്റെ സോസ് ഉണ്ടാക്കണം, വൈറ്റ് സോസ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബട്ടർ ഇട്ട് കൊടുക്കുക, ഒരു പാൻ വെച്ചിട്ട്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂണ് മൈദ ഇട്ടിട്ട് നന്നായി വറുത്തെടുക്കട്ടോ. നന്നായി ഒന്ന് വറന്ന് വരുമ്പോൾ അതിലേക്ക് കുറേശ്ശെ പാലൊഴിച്ചിട്ട് നമ്മൾ ഒന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഫ്ലെയിം സിമ്മിലായിട്ട് നോക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോവേ. അതിലേക്ക് നമുക്ക് കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കുക, കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഒരു നുള്ളു ഉപ്പും ഇട്ട് കൊടുക്കണം കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ അപ്പോൾ അതിലേക്ക് 2 സ്ലൈസ്ഡ് ചീസാണ് കേട്ടോ. അതുപോലത്തെ സ്ലൈസ്ഡ് ചീസ് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിലേക്ക് എന്ത് ചീസ് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. ചട്ടാർ ചീസ്, മോസറല്ല ചീസ് ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിത് 2 ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മോസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്ക് എത്ര ചീസ് ഇട്ട് കൊടുത്താലും നല്ല ഇഷ്ടമാണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ് കേട്ടോ അത്. എത്ര ചീസ് ഇട്ട് കൊടുത്താലും അവർക്ക് നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഗ്രേറ്റ് ചെയ്ത് മോസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ കോരി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ, അതിലേക്ക് കുറച്ച് കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ
നമ്മൾ സെറ്റ് ചെയ്യാൻ നിൽക്കണ നേരത്തെ ഇതൊന്ന് പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നന്നായി ക്രിസ്പി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഒന്നും കൂടി ഒന്ന് മൂത്ത് വന്നപ്പോൾ ഞാനത് വറുത്ത് കോരി കേട്ടോ. അതുപോലെ എല്ലാതും ഒന്ന് ഞാൻ വറുത്ത് കോരി വെച്ചിട്ടാ. ഇനി നമുക്ക് ഉണ്ടാക്കാനുള്ള ഒരു ബൗൾ വെച്ചിട്ട് അതിലേക്ക് ആദ്യം കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ചീസ് സോസ് ഇട്ട് കൊടുത്ത് നഗറ്റ്സ് അല്ലെങ്കിൽ ഫിംഗർലിങ്സ് ചിക്കൻ ഏതാച്ചിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് മയോണൈസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് ഒഴിച്ചു കൊടുത്ത് സോസ് ഒഴിച്ചു കൊടുത്ത് വീണ്ടും മയോണൈസ് ഒഴിച്ചു കൊടുത്ത് ചീസിൻ്റെ സോസ് ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ തന്നെ സോസും ചീസിൻ്റെ സോസും മയോണൈസും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം എൻ്റെ മോൻ പറഞ്ഞ് ലേസ് ഉണ്ടെങ്കിൽ അതൊന്ന് അതിൻ്റെ മുകളിൽ പൊടിച്ചിടാൻ പറഞ്ഞപ്പോൾ ലേസും നന്നായി പൊടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ ഓവർലോഡഡ് ഫ്രൈസ് കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ ചിക്കൻ വേണമെന്നില്ല, വെറും ഫ്രഞ്ച് ഫ്രൈസ് ആയിട്ടും നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഒരു റെസിപ്പിയാണ് കേട്ടോ. പുറത്ത് പോയി വാങ്ങിയെടുക്കാൻ നല്ല കാശ് കൊടുത്താൽ നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കാമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.